morning, enjoy your day. Good morning, God bless. Good morning. സാറേ, സി പരമേശ്വർ സാർ വന്നിട്ടുണ്ട്. എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? സാർ, സാർ. I love you. Good morning, God bless you. Good morning, good morning. തനിക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ കാണാൻ നാണമില്ലടോ. എത്ര മുതിർന്നാലും എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടാവുന്നല്ലേ സാർ പറയുന്നേ? ചായ. താനും തന്റെ ഫാദറിലും തമ്മിലുള്ള പ്രശ്നം ഇതേവരെ തീർന്നില്ല അല്ലേ? തനിക്കൊരു പരാതി തന്നിരുന്നോ? ഇല്ല. തന്നാലും താൻ അന്വേഷിക്കില്ല എന്ന് കരുതിയാവും എനിക്ക് പരാതി തന്നത്. ഞാനും അത് ഒഴിവാക്കിയാൽ DYSPക്കോ SP-ക്കോ കൊടുത്തതിരിക്കും. അതുകൊണ്ട് ശത്രുത മാറ്റിവെച്ച് ജോണിക്കുട്ടി എവിടെയുണ്ടെന്ന് താനൊന്ന് അന്വേഷിക്കും. അന്വേഷിച്ചാൽ മാത്രം പോരാ, കണ്ടെത്തി കൊടുക്കുകയും വേണം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം സാർ. താൻ മനസ്സ് വെച്ച് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഒട്ടുപാലക്കൽ ഫ്രാൻസിസിന്റെ കാര്യത്തിൽ എനിക്കും ചില താല്പര്യങ്ങളുണ്ടെന്ന് കരുതിക്കോ. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ താനും താല്പര്യപൂർവ്വം പരിഗണിച്ചാൽ അതിന്റെ ഗുണം പ്രതാപേന്ദ്രന്റെ പ്രൊമോഷന്റെ കാര്യത്തിലും ഉണ്ടാകും. ഞാൻ വളരെ താല്പര്യം കാണിക്കും സാർ. ഓക്കെ, SP ഓഫീസിലേക്ക് പോകും വഴി നേരിട്ട് ഈ കാര്യമൊന്ന് പറയാമെന്ന് കരുതി കരുതാ. സാർ, ഒരു ചായ കുടിച്ചിട്ട്? ഞാൻ ഈ സമയത്ത് ചായ കുടിക്കാറില്ല. സാർ, ഇനി ഈ ചായ ഞാൻ കുടിക്കാം. എന്തായിരുന്നു സാറേ മിന്നൽ പരിശോധന? ഒട്ടുപാൽ പ്രാഞ്ചിയുടെ കിമ്പള സ്നേഹം. ജോണിക്കുട്ടിയെ കാണാനില്ലെന്ന്, ഉടനെ കണ്ടെത്തി കൊടുക്കണമെന്ന്. സാറേ, ജോണിക്കുട്ടി എവിടെ പോയി സാറേ? ചന്തയിൽ മീൻ വാങ്ങിക്കാൻ പോയി. ഇനി അവനെ കണ്ടെത്തും വരെ ഒരു സമാധാനവും ഇല്ലല്ലോ. ഞാൻ അന്വേഷണം തുടങ്ങി കഴിഞ്ഞു സാർ. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം, കൂടിപ്പോയ 2 മണിക്കൂറൂടെ കൂടി, അതിനുള്ളിൽ ഞാൻ ആളെ കണ്ടെത്തിയിരിക്കും. ജോണിക്കുട്ടി ആര്? സിയുടെ കുഞ്ഞമ്മയുടെ മോനെ. കണ്ടുപിടിച്ചോ എന്ന് പറയുമ്പോ കണ്ടുപിടിക്കാൻ ഞാൻ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആലീസ്, ഇവിടെ വരൂ. ആജ്ഞാപിക്കണ്ട. നീ ഒന്ന് ഇതുവരെ വാ, പ്ലീസ് വാ. ഇതെന്തൊരു പോലീസ് നോട്ടം? സത്യം പറ, ജോണിക്കുട്ടി എവിടെയുണ്ട്? അത് എന്നോടാണോ ചോദിക്കുന്നത്? നീ അറിയാതെ അവൻ ഒരിടത്തും പോവില്ല. ഇത് കൊള്ളാലോ. ഞാൻ ഇപ്പോഴേ ഒട്ടുപാലക്കിലെ ആലീസ് അല്ല, തലക്കൽ വീട്ടിലെ പ്രതാപചന്ദ്രന്റെ ഭാര്യ ആലീസ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെ അറിയൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ജോണിക്കുട്ടി നിന്നോടാ പറയാറ്. ആ നിലയ്ക്ക് അവൻ എങ്ങോട്ട് പോയാലും നീ അറിയാതെ പോവില്ലെന്നും എനിക്കറിയാം. അവരെ അപ്പനും മോനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു ഉടക്കി അവൻ പിണങ്ങി പോയിട്ടുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്നേ. അവനെ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലോ, എന്നിട്ടും അവൻ എന്താ വരാത്തത്? ഇനിയിപ്പോ വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടാവുമോ? എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. എന്റെ ആങ്ങളയോട് പ്രതാപേട്ടൻ എന്താ പെട്ടെന്നൊരു താല്പര്യം? അവനെ കൈ കിട്ടിയ കാലടിച്ചൊടിക്കുമെന്ന് പറഞ്ഞ് നടന്നതല്ലേ? താല്പര്യം എനിക്കല്ല, CA പരമേശ്വരൻ സാറിന്. ഒട്ടുപാല പ്രാഞ്ചി സോറി, എന്റെ ഫാദർ ഇൻ ലോ CAക്ക് പരാതി നൽകിയിരിക്കുന്നു, മകനെ കാണാനില്ലെന്ന് കാട്ടി. CA പറഞ്ഞ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. അതറിയാവുന്നുണ്ടാ അപ്പം പരാതി അവിടെ കൊടുത്തത്. ഇവിടെ തന്നിരുന്നെങ്കിൽ വലിച്ചു കയറി കൊട്ടയിലിട്ടേനെ. കൊട്ടയിൽ ഇടേണ്ടത് കൊട്ടയിൽ തന്നെ ഇടും, അല്ലാതെ കൈ കിട്ടുന്ന എല്ലാ പരാതിയും അന്വേഷിക്കലല്ല എന്റെ ജോലി. ഏത് അന്വേഷിക്കണം ഏത് അന്വേഷിക്കണ്ടെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. എന്നാ പിന്നെ സാറിന് അറിയുന്ന പോലെ അങ്ങ് അന്വേഷിച്ചാട്ടെ. ആലിസേ, നീ അങ്ങനെ അങ്ങ് പോവാതെ. 24 മണിക്കൂറിനകം ജോണിക്കുട്ടിയെ കണ്ടെത്തി കൊടുക്കാമെന്ന് ഞാൻ CA സാറിന് ഉറപ്പ് കൊടുത്തിരിക്കുക. എനിക്കെന്റെ വാക്ക് പാലിക്കണം. ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് കൊടുത്ത വാക്ക് സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നിനക്കുണ്ട്. അതെന്ന് തുടങ്ങി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം? അതൊക്കെ ഉണ്ട്. നിനക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞാലേ എനിക്ക് അന്വേഷണത്തിനൊരു രൂപരേഖ ഉണ്ടാക്കാൻ പറ്റൂ. അവൻ അപ്പനുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് അവിടെ പോയി അന്വേഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് അവര് തമ്മിലുള്ള വഴക്ക് പതിവാണല്ലോ. ഞാൻ അന്വേഷിക്കും. നിന്റെ വായിന്ന് തന്നെ എനിക്ക് അന്വേഷണം തുടങ്ങാനുള്ള വിഷയം വീണ് കിട്ടിക്കഴിഞ്ഞു. എന്ത് വിഷയം? അപ്പനും മോനുമായിട്ടുള്ള വിഷയം. എന്തെങ്കിലും സാമ്പത്തിക ഇടപാട്, അല്ലെങ്കിൽ മദ്യലഹരിയിൽ തമ്മിലടി. അപ്പൻ മകനെ അടിച്ചു വീഴ്ത്തുന്നു, ആ അടിയിൽ മകൻ മരിക്കുന്നു. എന്റെ മനസ്സിൽ ആ കൊലപാതകത്തിന്റെ തിരക്കഥ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പന്റെ അബദ്ധത്തിലുള്ള അടിയേറ്റ് മകൻ മരിക്കുന്നു. ആരുമറിയാതെ ശവം മറവ് ചെയ്തിട്ട്
ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ മകനെ കാണാനില്ല എന്നൊരു പരാതി. റൂട്ട് കറക്റ്റ് ആണ്. ഇനി സംഭവം കൂടി അങ്ങനെ ആയാൽ SI പ്രതാപേന്ദ്രൻ സക്സസ്. ഞാൻ ഈ കൊലപാതകത്തിന്റെ ചുരുൾ നിവർത്തി. പ്രാഞ്ചി കുടുക്കൻ തന്നെ ഞാൻ. എന്റെ കർത്താവേ, നീ കുഞ്ഞായിരുന്നപ്പോ പിന്നെ കാണാതായിട്ട് 3 ദിവസം വിശുദ്ധ ഔസേപ്പും വിശുദ്ധ കന്യാമരവും കൂടി അന്വേഷിച്ച് നടന്ന കാര്യം നിനക്കറിയാവല്ലോ. മകനെ കാണാതായ കാരണവന്മാരുടെ നെഞ്ചിന്റെ പിടപ്പ് നിനക്ക് നന്നായിട്ട് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് എന്റെ ജോണിക്കുട്ടി എവിടെ ഉണ്ടെങ്കിലും എനിക്ക് കാണിച്ചു തരണേ. അതേ ബെല്ലടിച്ചു. നീ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ തെളിവാ അത്. അയ്യോ, ഇതെന്താ സാർമാരെ, നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യത്തിന് താൻ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. സെബാസ്റ്റ്യൻ സർ, ജോണിക്കുട്ടിയുടെ മുറി വിശദമായിട്ട് പരിശോധിക്കണം. അവൻ പുറത്തു പോകുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് ചെരുപ്പ്. അതെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നല്ലോ. ജോണിക്കുട്ടിയുടെ റൂം എവിടെയാ? ജോണിക്കുട്ടിയുടെ റൂം അതാ. ചെല്ല്. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്ത് പ്രശ്നം? നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ വാക്കേറ്റത്തിനും സംഘടനത്തിനും ഏർപ്പെടാനുണ്ടായ കാരണം? പ്രതാപൻ സാറ് ഇങ്ങോട്ട് തന്നെ വന്നതാണോ? അല്ല, വേറെ ആരാണ്ടോടോ ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ച പോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ആരോട് എന്ത് ചോദിക്കണമെന്ന് SI പ്രതാപചന്ദ്രന് ഒട്ടുപാല് ബ്രാഞ്ച് പഠിപ്പിക്കണ്ട. നിങ്ങളുടെ മകനെ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞു. നിങ്ങൾ പരാതി കൊടുക്കുന്നത് ഇന്നലെ. എല്ലാ തെളിവുകളും തേച്ചു മാച്ച് കളഞ്ഞതിന് ശേഷം ഒരു കള്ളപ്പരാതി, മോനെ കാണാനില്ല എന്ന്. കള്ളപ്പരാതി അല്ല മരുമോനെ മാനെ. അല്ല സാറേ, സത്യമായിട്ടും അവനെ കാണാതായി. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്ന് കരുതി പിടയ്ക്കുന്ന നെഞ്ചോട് കൂടിയുള്ള ഒരു അപ്പന്റെ കാത്തിരിപ്പായിരുന്നു ഇതുവരെ. എന്നിട്ടും വരാത്തോണ്ടാ CI സാറിനെ കണ്ട് ഞാൻ പരാതി പറഞ്ഞത്. എന്റെ മോനെ കണ്ടുപിടിച്ച് തരണം. താൻ നല്ലൊരു നടനാണ്. ഇല്ലെങ്കിൽ സ്വന്തം മോനെ ഇല്ലാതാക്കിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇത്ര വിദഗ്ധമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. സാറ് എന്തോന്നാ പറഞ്ഞേ? താൻ തന്റെ മോനെ കൊന്നതായിരിക്കും. എന്നാലും എന്റെ മരുമോനെ മാനെ, ഞാൻ എന്റെ മോനെ കൊന്നെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ നാക്ക് പൊങ്ങി? താഴത്ത് വെച്ച പാറ്റ കടിക്കും, തലയിൽ വെച്ച കാക്ക കൊത്തും, ഉത്തരത്തെ വെച്ച പാമ്പ് കടിക്കുന്നോ എന്ന് വിചാരിച്ച് ഞാൻ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന് എന്റെ മോനെ ഞാൻ കൊന്നുവെന്ന് പറഞ്ഞല്ലോ. അയ്യോ, എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നേ. വലത് സൈഡിലല്ല ഹൃദയം, മാറിപ്പോയതാ. അയ്യോ, നമ്പർ ഹൃദയം എവിടെയെന്ന് പോലും അറിയത്തില്ല. ജോണിക്കുട്ടിയുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? പഴയ ഒരു ജോഡി ചെരുപ്പല്ലാതെ വേറെ ഒന്നും കാണാനില്ല. മുങ്ങിയതാണെന്നാണ് എന്റെ ബലമായ സംശയം. സാർ ഓർക്കുന്നുണ്ടോ ജോണിക്കുട്ടി അകപ്പെട്ട ഒരു ഫ്ലാറ്റ് തട്ടിപ്പ്? അതിൽ 10 ലക്ഷം പോയെന്നല്ലേ അന്ന് അവൻ പറഞ്ഞത്. 10 ലക്ഷം രൂപ തൊലച്ചതിന് അപ്പൻ എന്നെ കൊല്ലും. വധശിക്ഷയേക്കാൾ ഭേദമല്ലേ ജയിൽവാസം. ഏറ്റവും വലിയ കുറ്റം ചുമത്തി എന്നെ അറസ്റ്റ് ചെയ്യേണ്ട പൊന്നു സാറേ. അതാണ് സംഭവം. പ്രാഞ്ചിയുടെ 10 ലക്ഷം ആയിരിക്കണം അന്ന് ജോണിക്കുട്ടി നഷ്ടപ്പെടുത്തിയത്. അതിന്റെ പേരിൽ പ്രാഞ്ചി ജോണിക്കുട്ടിയെ സെബാസ്റ്റ്യൻ സാർ, തനിക്ക് തന്റെ SI ഓർത്ത് അഭിമാനം തോന്നില്ലടോ? എന്തിന്? എന്റെ ചില കണ്ടെത്തലുകൾ വളരെ കൃത്യമാവുന്നത് കണ്ടോ? അതിനാ സംഭവം ഞാനല്ലേ ഇപ്പൊ പറഞ്ഞത്. No, no, no. അത് എന്റെ റൂട്ടാണ്. ഇനി കാര്യങ്ങളുടെ പോക്ക് ഭയങ്കര സ്പീഡിലായിരിക്കും. അതെ, ഒരു 10 ലക്ഷം രൂപയുടെ പേരിൽ ജോണിക്കുട്ടിയുമായി എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? ആ 10 ലക്ഷത്തിന്റെ പേരിലാണല്ലോ ഞാനിപ്പോ ടെൻഷൻ അടിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ ലോറിയുടെ ചേസ് വാങ്ങാൻ റെഡി ക്യാഷുമായിട്ട് പോയവനാ. ഇന്നലെ രാവിലെ അവിടുത്തെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കാശ് അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്. അതോടെ ഞാൻ ആകെ അങ്ങ് തളർന്നു പോയി. അപ്പൊ തന്നെ CIക്ക് പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. അല്ലാതെ ജോണിക്കുട്ടിയുമായി ആ പണത്തെ ചൊല്ലി വാക്കേറ്റം ഉണ്ടായിട്ടില്ല. അതിന് ഇന്നലെയല്ലേ കാശും പോയി അവനും പോയി എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം. കൂട്ടത്തിൽ എന്റെ 10 ലക്ഷം രൂപയും. ആ പണമില്ലാതെ അവനെ മാത്രം തിരിച്ചു കിട്ടിയിട്ട് എനിക്ക് ഒരു കാര്യവുമില്ല.
ലോറിയുടെ ചേസ് ബുക്ക് ചെയ്യാൻ ജോണിക്കുട്ടി പോണ്ടിച്ചേരി പോയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇനി അഥവാ അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നതെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വരും തന്നെ അറസ്റ്റ് ചെയ്യാൻ. എന്റെ കർത്താവേ, വാദി ഇപ്പൊ പ്രതിയായോ? ഞാനിപ്പോ എന്നാ ചെയ്യും മോളെ? ജോണിക്കുട്ടി അപ്പം കൊന്നെന്ന് പ്രതാപേട്ടൻ പറഞ്ഞോ? ആ, അവൻ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ തന്നെ പറഞ്ഞു. അതിന്റെ പടപ്പ് ഇപ്പോഴും എന്റെ ചങ്കിന്ന് പോയിട്ടില്ല മോളെ. ഇനിയിപ്പോ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ കൊലക്കേസിൽ ഞാൻ പ്രതിയാകും. അതെങ്ങനെ അപ്പം പ്രതിയാവുന്നേ? എടി, അതിനുള്ള ഏതാണ്ട് തെളിവോ തൊലിയോ ഒക്കെ പ്രതാപേന്ദ്രന്റെ കയ്യിലുണ്ടെന്ന്. എടി മോളെ, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ജോണിക്കുട്ടിയെ തിരിച്ചു കിട്ടണം. അവനില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി കിടക്കുക. ഇങ്ങനെ മനോരാജ്യം കണ്ടു നിൽക്കാതെ അവനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറ. മാർഗം ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. എന്നത്? പത്രത്തിലും ടിവിയിലും ഒരു പരസ്യം കൊടുക്കണം, ജോണിക്കുട്ടിയുടെ ഫോട്ടോയും വെച്ച്. ജോണിക്കുട്ടി മോനെ തിരിച്ചു വരൂ എന്നൊരു അറിയിപ്പു. എന്നിട്ട് അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ പത്രത്തിലും ചാനലിലും ഒക്കെ പരസ്യം കൊടുത്തതിന്റെ കാശ് പോകത്തില്ലേ മോളെ? എങ്കിലപ്പം കാശും കെട്ടിപ്പിടിച്ച് കിടന്നു. അയ്യോ, പോകല്ലേ കൊച്ചേ. നമുക്ക് പരസ്യം കൊടുക്കാം. പക്ഷെ വാർത്ത കൊടുക്കുമ്പോ മോനെ നീ കൊണ്ടുപോയ 10 ലക്ഷം രൂപയുമായി നീ വേഗം തിരിച്ചു വരൂ എന്നേ ഞാൻ കൊടുക്കൂ. എന്റെ പൊന്നപ്പാ, അപ്പന് ജോണിക്കുട്ടിയെ വേണോ അതോ നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ വേണോ? എനിക്ക് ജോണിക്കുട്ടിയെ മതി. ആ, എങ്കിൽ ഇന്ന് തന്നെ എല്ലായിടത്തും വാർത്ത കൊടുക്കണം. കൊടുക്കാം. സാർ, ജോണിക്കുട്ടിയുടെ ഫോട്ടോ ദേ പത്രത്തില്. ഏത് ജോണിക്കുട്ടി? സാറിന്റെ അളിയൻ. അല്ല, ബ്രാഞ്ചിയുടെ മോൻ കാണാതായ. പടം ചരമക്കോളത്തിലാണോ? അയ്യോ, അങ്ങനൊന്നും പറയരുത് സാറേ. ഒന്നുമില്ലേലും ആലീസിന്റെ സഹോദരനുണ്ട്. അത് ആലിസിന്. SI പ്രതാപചന്ദ്രൻ അവനെ പ്രാഞ്ചിയെ എന്ന് ശത്രുപക്ഷത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മരിക്കും വരെ അങ്ങനെ തന്നെ ആയിരിക്കും. പുറമേ എന്തൊക്കെ ശത്രുത കാണിച്ചാലും ഉള്ളുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരരുതെന്ന് കരുതുന്ന ആളാ SI പ്രതാപചന്ദ്രൻ എന്ന് ആർക്കാ സാറേ അറിയാൻ വയ്യാത്തത്? എന്നാര് പറഞ്ഞു? എന്റെ ശത്രുക്കൾക്ക് നാശം മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനസ്സായേണ്ടത്. പുറമേ സൗമ്യനാണെന്ന് ഞാൻ അഭിനയിക്കുന്നതാ. ജോണിക്കുട്ടിയെ കാണാതായി എന്നറിഞ്ഞ നിമിഷം മുതൽ അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. ഇനിയിപ്പോ പ്രാഞ്ചിയെ മാത്രം സഹിച്ചാ മതിയല്ലോ. മകന്റെ തിരോധാനത്തിന് ഉത്തരവാദി താനാണെന്ന് ഊന്നി പറഞ്ഞ് ഞാൻ അയാളെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കും. അയ്യോ, അധികം തളർത്തല്ലേ സാർ, അയാൾ ഒരു ഹാർട്ട് പേഷ്യന്റാ. ആണോ? ഞാൻ അറിഞ്ഞില്ല. പുരുഷോത്തമ, സിമ്പതി എന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. മകനെ ഓർത്ത് വിലപിക്കുന്ന പ്രാഞ്ചിയുടെ ഹൃദയം ഞാൻ ഇനിയും അമർത്തിപ്പോയി. അങ്ങനെ ഇഞ്ചിഞ്ചായി ഞാൻ അയാളെ കൊല്ലും. എന്തിനാ സാറേ പ്രാഞ്ചിച്ചായനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നേ? എന്നാര് പറഞ്ഞു? സാറല്ലേ ഇപ്പൊ പറഞ്ഞേ? എന്റെ ക്യാബിനിൽ ഞാൻ അങ്ങനെ പലതും പറയും. അത് ചോദ്യം ചെയ്യലല്ല നിങ്ങളുടെ പണി. സോറി സാർ. ജോണിക്കുട്ടിയെ കാണാനില്ലെന്ന് പത്രവാർത്ത വന്നേ പിന്നെ പല ഫോൺ കോളുകളും ഇങ്ങോട്ട് വരുന്നുണ്ട്. ജോണിക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു? അയാളെ മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടു പോയതാണോ? ഇനി തിരിച്ചു വരുമോ? മരിച്ചതായി സ്ഥിരീകരണം വല്ലതുണ്ടോ എന്നൊക്കെ അന്വേഷണം. അതാരോ ഇത്ര കാര്യമായിട്ട് അന്വേഷിക്കാൻ? അതിന് മാത്രം സ്നേഹിതരുണ്ടോ അവൻ ഈ നാട്ടിൽ? അയ്യോ, അത് സ്നേഹിതരല്ല സാറേ. ജോണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് പലിശയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള കടക്കാരായിരിക്കും. അല്ല, തിരിച്ചു വരാതിരുന്നാൽ പണം കൊടുക്കണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിന് വേണ്ടിയാ ഇവരിത്ര താല്പര്യപൂർവ്വം കൂടെ വിളിച്ചു ചോദിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മനസമാധാനം കെടുത്താൻ വേണ്ടിയെങ്കിലും സാർ ജോണിക്കുട്ടിയെ കണ്ടെത്തണം. അല്ല, സ്വന്തം സഹോദരനെ കുറിച്ച് ഓരോരുത്തരിങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോ ആലീസ് ചേച്ചിക്ക് ഉണ്ടാകുന്ന സങ്കടം കണ്ട് പറഞ്ഞു പോയതാ. അങ്ങനെ സഹപ്രവർത്തകരെ സങ്കടം കണ്ട് കണ്ണു നിറയ്ക്കാനല്ല സബീനയ്ക്ക് സർക്കാർ ശമ്പളം തരുന്നത്. ഒരു പോലീസുകാരൻ യന്ത്രമനുഷ്യനെ പോലെ ആയിരിക്കണം. ഹൃദയവും കണ്ണീരും പാടില്ല. സാറ് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ കഴിയുന്ന മനസാക്ഷിയുള്ള ഒരാൾക്ക് നല്ല പോലീസുകാരനാകാൻ കഴിയുന്നു. അതന്ന്. എന്നാൽ ഇപ്പോൾ പറയുന്നു, മനസ്സും ഹൃദയവും മാറ്റിവെച്ചിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പൊ ജോണിക്കുട്ടി ആര്? ഇയാളുടെ മാമന്റെ മോനോ? ജോണിക്കുട്ടിയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. കത്തിക്കുത്ത്, കൊലപാതകം, പീഡനം, മനുഷ്യക്കടത്ത്, അങ്ങനെ 100 കേസുകൾക്കിടയിൽ ഒരു ഇത്തിരി പോന്ന ചെറിയ കേസാ ജോണിക്കുട്ടിയുടെ മിസ്സിംഗ്. അതിന് അത്രയ്ക്കുള്ള പരിഗണന കൊടുത്താൽ മതി. പക്ഷേ CA സാറ് നേരിട്ട് വന്നു പറഞ്ഞൊരു കേസായതുകൊണ്ട്. എന്നാ CA സാറിനോട് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ പറ. മുകളിലിരിക്കുന്നവർക്ക് പിടിച്ചോന്ന് പറഞ്ഞാൽ മതി.
നമ്മളിവിടെ രാപ്പകൽ ഉറക്കം വിളിച്ച് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് നടന്ന് മുഖവും കരിവാളിച്ച് ഗ്ലാമറും പോയി സംഗതി പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ക്രെഡിറ്റ് മുഴുവൻ അവർക്ക്. DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അല്ലെങ്കിൽ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഗതി കണ്ടെത്തി. ആ സംഘത്തിൽ ഒരു പേരായി വന്നു. അങ്ങനെ ഇനി കഷ്ടപ്പെടുന്നില്ല. ശരിയാ സാറേ, മുഖം കരിവാളിച്ച ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ എത്ര ദിവസം ബ്യൂട്ടി പാർലറിൽ പോണോന്നാ. ട്രാഫിക്കിൽ നിന്ന് വെയിലടിച്ച് സ്കിൻ അലർജി ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയാ ഞാൻ മേക്കപ്പ് ഇല്ലാതെ നടന്നത്. ആളുകളൊക്കെ ചോദിച്ചു സബീനയ്ക്ക് എന്ത് പറ്റിയെന്ന്. എങ്കിൽ പിന്നെ ഇനി സബീന വെയിലടിക്കണ്ട. താങ്ക് യു സർ. മുഖ സൗന്ദര്യത്തിന് മങ്ങലേൽക്കുന്ന ഈ ജോലിയിൽ തുടരാൻ ഇനി താല്പര്യമില്ലെന്ന് കാട്ടി ഒരു രാജിക്കത്ത് കൊടുത്ത് സന്തോഷമായിട്ട് വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ പോയി അഭിനയിക്കും. അതാവുമ്പോ വെയിലടിക്കാതെ കൊട പിടിച്ചു തരാൻ ആളുണ്ടാവും. എന്താ പോണോ? വേണ്ട സർ, ഞാൻ വെയിലടിച്ചോളാം. എങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ അധികം തലയിടാതെ പോയി ജോലി. ഓ സാർ, അപ്പൊ ഈ ജോണിക്കുട്ടിയുടെ കാര്യം സാർ? അവൻ എന്റെ കൈ കിട്ടിയ ഞെക്കിക്കൊല്ലു ഞാൻ. അവന്റെ കാര്യമല്ല, തനിക്ക് വേറൊന്നും പറയാനല്ലേ? സാർ, 24 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തിക്കൊള്ളാവുന്ന CA സാറിനോട് സാർ പറഞ്ഞില്ലേ? എനിക്ക് മനസ്സില്ല. ജോലിയിൽ കൃത്യവിലോപം കാട്ടിയതിന് CI പരമേശ്വരൻ സാർ എനിക്കെതിരെ നടപടി എടുക്കട്ടെ. SI പ്രതാപൻ സ്പീക്കിംഗ്. സർ, അറിയാം സർ. 24 വേണ്ട സർ, 12 മണിക്കൂറിനാണ് കണ്ടെത്താം സർ. സർ സർ CI പരമേശ്വരൻ സാർ ആയിരിക്കും അല്ലേ? എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വാടോ സാർ. എടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. നിർത്ത്. ഹലോ, ബ്രാഞ്ച് തന്നെയാ. ആരാ എന്നാ കറുപ്പുസ്വാമി? പാത്താച്ചോ, എപ്പടി കൊള്ളാവോ? എന്റെ മോനാ, അവനെ കാണാനില്ല. നിങ്ങൾക്കേ അല്ല, உங்களுக்கு ஏதாவது விவரம் தெரியுமா? நல்லா தெரியும். அவன் இப்போ ஏன் கஸ்டடியில? நல்ல கஸ்டடியில. ஆமா. அவனை உங்களுக்கு வேணும்னா 10 லட்சம் ரூபாய் எனக்கு கிடைக்கும். இல்லனா உங்களை நான் கண்டிப்பா கொன்னுடுவேன். ஐயோ, புரியுதா? நல்லா யோசிங்க. நான் அப்புறம் கூப்பிடுறேன். എന്റെ കർത്താവേ, എന്റെ ജോണിക്കുട്ടി. നല്ല ഫിലിമാ, ഫുൾ ത്രില്ല. തട്ടിക്കൊണ്ടുപോലും പിടിക്കലും ഭയങ്കര രസമായിരുന്നു. അയ്യോ, എന്റെ പൊന്നു സാറേ, എന്റെ മോനെ പ്രതാപേന്ദ്ര, എന്റെ മോനെ രക്ഷിക്ക്. എന്റെ മോൻ ജോണിക്കുട്ടി ആരാണ്ട് തട്ടിക്കൊണ്ട് പോയാ. മകനെ കാണാതായതിന്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്ന പുതിയ തന്ത്രമായിട്ട് വന്നിരിക്കുകയാണല്ലേ? അയ്യോ അല്ല സാറേ, ഇതുള്ളതാ. എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ ഇവരെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കും? മോളെ, നിങ്ങൾ ഇവനെ പറയുന്നത് മനസ്സിലാക്കി. ജോണിക്കുട്ടി തട്ടിക്കൊണ്ടുപോയെന്ന് അപ്പനെന്താ ഉറപ്പ്? നോക്കടി, ഈ നമ്പറിൽ നിന്ന് വിളിച്ചാ നമ്മുടെ ജോണിക്കുട്ടി അമ്മമാരുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞത്. അപ്പൊ തട്ടിക്കൊണ്ടുപോയത് തന്നെ. സമാധാനമായി, ഇനി അവന്റെ ശല്യം സഹിക്കണ്ടല്ലോ. പ്രതാപേട്ടാ സാർ, ഈ രാജ്യത്ത് ഒരു പൗരനെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അയാളെ രക്ഷിക്കാനുള്ള കടമ പോലീസിനുണ്ട്. പോലീസിന്റെ കടമ ആലിസനെ പഠിപ്പിക്കണമെന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ജോണിക്കുട്ടിയെ പോലെ ഒരു തീറ്റിപ്പണ്ടാരത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവനെ സഹിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിട്ടോളും. അല്ലെങ്കിലൊന്നും വിടത്തില്ല സാറേ. വിടണമെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കണമെന്നാ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞതാ. 10 ലക്ഷം രൂപ? 10 ലക്ഷം രൂപ അവര് പറയുന്നിടത്ത് കൊണ്ടുവച്ചാ ജോണിക്കുട്ടിയെ വിട്ടു തരാമെന്ന്. അല്ലെങ്കിൽ അവനെ തട്ടുവന്ന്. ഒന്നാമതേ ഞാനൊരു ദുർബല ഹൃദയന. അവനെന്തെങ്കിലും പറ്റിയ ഞാൻ ചങ്ങ പൊട്ടിച്ചത്തു പോകും. മോളെ,
നിന്റെ ഒരേ ഒരു ആംഗ്ലയുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാൻ പറ മോളെ. ജീവൻ രക്ഷിക്കാനുള്ള മാർഗം അവര് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 10 ലക്ഷം രൂപ കൊണ്ടേ കൊടുക്ക്. 10 ലക്ഷം രൂപയോ? ആദ്യമേ 10 ലക്ഷം രൂപയുമായിട്ട് ലോറിയുടെ ചേസ് വാങ്ങിക്കാൻ അവൻ പോയതാ. അതോ അവന്മാര് തട്ടിപ്പറിച്ച് കാണും. പിന്നെയും 10 ലക്ഷം. പാവങ്ങളെ പിഴിഞ്ഞ് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്ത് കുറെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊരു 10 ലക്ഷം രൂപ എടുത്ത് കൊടുക്ക്. മണി പൊളിക്കും. ഞാനൊരു 10 പൈസ പോലും കൊടുക്കുകയില്ല. അപ്പൻ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരുന്ന ജോണിക്കുട്ടിയുടെ ജീവൻ അപകടം പറ്റില്ലേ? അവന്മാരാ തട്ടിക്കൊണ്ട് പോയവന്മാര്. സ്പീക്കർ മുള്ളിട്. എന്ത് സംസാരിക്കാനാ സാറേ? പണവുമായിട്ട് എവിടെ വരണമെന്ന് ചോദിക്കേ. അതാനെ ഒട്ടുപാലക്കൽ ഫ്രാൻസിസ്. 3 மணிக்கு முன்னாடியே 10 லட்சம் எனக்கு கிடைக்கணும். நீங்க தச்சக்கோடு ஜங்ஷன் பக்கத்துல ஒரு போஸ்ட் ஆபீஸ் இருக்கு. அதுக்கு முன்னாடி ஒரு பேஸ்மென்ட் இருக்கு. அது நீ போலத்தீங்க ஒரு பேக் பண்ணிடணும். அதுக்கப்புறம் ஜோனிக்குட்டி உங்களுக்கு கிடைக்கும். கிடைச்சில்ലേലോ? கிடைக்கும். இது கேம் வாக்கு திருப்பதி முருகன் மாதிரி சொன்னதான். 10 லட்சம் கிடைச்சா மட்டும் உங்க புள்ள வீட்டுக்கு வரும். ஏதாவது போலீஸு கிட்ட இன்ஃபார்ம் பண்ணியா உங்க மகன் வீட்டுக்கு வரும். போனமா? പണമായിട്ട് വരുവാ? പണമായി അല്ല ബ്രാഞ്ചി, പിന്നെ പണമായി, അതാവത് സമമായി. സമപ്പട്ടിക അടച്ചുതാൻ വരും. ഓക്കെ? നീ കേട്ടല്ലോ? ഇനി ഞാൻ എന്തോ ചെയ്യുമടി? പൊട്ടിപ്പോന്നേ. പ്രതാപേട്ട, എന്തെങ്കിലും ഉടനെ ചെയ്യണം. പോലീസിൽ അറിയിച്ച കൊന്നുകളയെന്നല്ലേ പറയുന്നേ? മോളെ, ഇനി 10 ലക്ഷം രൂപ അവിടെ പോയാലും കുഴപ്പമില്ല. എന്റെ മോനെ രക്ഷിക്കണം. എന്റെ കാലശേഷം എനിക്കുള്ളതെല്ലാം അവനുള്ളതല്ലേ. അന്ന് കൊടുക്കുമ്പോ 20 ലക്ഷം ഞാൻ കട്ടി ചെയ്തോളാം. എങ്കിലും ആ ഫോണിൽ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയായിട്ട് നാളെ ഇവിടെ വാ. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്താലും വേണ്ടുകല. എനിക്ക് എന്റെ മോനെ ജീവനോടെ കിട്ടണം. ജോണിക്കുട്ടിയെ ജീവനോടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെയോ? ഓ, നാളെ ഉച്ചയ്ക്ക് 10 ലക്ഷമായിട്ട് ഇങ്ങ് എത്തണം. പിടിച്ചെഴുന്നേൽപ്പിക്കും. പോട്ടെ സാറേ. ഓയ്യോ, ഇതാര് ശിവാജി ഗണേശനാ? ആലിസേ, നിന്റെ അപ്പൊ പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നു? പ്രതാപേട്ട, അതെ, ജോണിക്കുട്ടിയുടെ ജീവന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ നാളെ അവനെ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പേഴ്സിനെ ഞാൻ പിടികൂടിയിരിക്കും.